നമുക്കൊപ്പം അതിഥിയായി സംവിധായകൻ ശ്രീ ജോഷി ജോസഫ് ചേരുകയാണ്. ഗുഡ് ഈവനിങ് ശ്രീ ജോഷി ജോസഫ്. ശ്രീലേഖയുടെ വെളിപ്പെടുത്തൽ അത് താങ്കളോടായിരുന്നു ആദ്യം നടത്തിയത്. രഞ്ജിത്ത് മോശമായി പെരുമാറിയതിനെക്കുറിച്ച്, ഒരു സിനിമയിൽ അഭിനയിക്കാനായി വന്ന മലയാളി അല്ലാത്ത ഒരു നടിയോട് മോശമായി പെരുമാറി അവർക്ക് ആ സിനിമയിൽ അഭിനയിക്കാതെ തിരിച്ചു പോകേണ്ടി വന്നതിനെക്കുറിച്ച് അന്നത്തെ ദിവസം തന്നെ ശ്രീലേഖ പറഞ്ഞിരുന്നു. എന്താണ് ശ്രീലേഖ മിത്ര കൃത്യമായി താങ്കളോട് പറഞ്ഞത്? ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഈ തമ്മനത്തുള്ള വീട്ടിലാണ് അവർ വന്ന് താമസിച്ചത്. ഞാൻ കൊച്ചിയും കൽക്കട്ടയുമായിട്ട് ഷട്ടിലടിക്കുകയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അന്ന് അമ്മച്ചിയെ കാണാൻ വേണ്ടി വന്ന് രാത്രിയിൽ പിറ്റേ ദിവസം കാലത്ത്, അപ്പോൾ ശ്രീലേഖ ഇവിടെ ഉള്ള കാര്യം എനിക്കറിയില്ല. ശ്രീലേഖയെ വിളിക്കുമ്പോൾ ശ്രീലേഖയുടെ വർത്തമാനത്തിൽ നിന്നും അവരുടെ, നമ്മളെപ്പോഴും ടോൺ ഡെഫ് ആണല്ലോ, അവരുടെ ടോണിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യമനുസരിച്ച് വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിക്കുമ്പോഴാണ് ആർ യു ഇൻ കൊച്ചി, അത് ഞാനിവിടെ ഉണ്ട്. അപ്പോൾ എവിടെയാണ് ഇവർ താമസിക്കുന്നതെന്ന് അവർക്ക് സ്ഥലമൊന്നും അറിഞ്ഞുകൂടാ. അത് ഈ DD നെസ്റ്റിൻ്റെ അപ്പുറത്തുള്ള സ്ഥലമാണെന്ന് മനസ്സിലായപ്പോൾ അവിടെ ഒരു ഹോട്ടലേ ഉള്ളൂ, എടശ്ശേരി ബാറിൻ്റെ ഇപ്പുറത്തുള്ള ഹോട്ടലിൽ. ഞാൻ ഇവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇവരാകെ മെലങ്കോളിക്കാണ്, ഇവർ സംസാരിക്കാൻ തന്നെ പ്രയാസമുള്ള രീതിയിൽ ആണ്, രാത്രി ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അവിടെ വെച്ച് എന്നോട് ഇന്നിപ്പോൾ വളരെ വിശദമായി ചാനലുകളിൽ അവർ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ചുരുക്കം, അതിൽ ചുരുക്കമെന്ന് ഞാൻ ഓർത്തിരിക്കുന്നത്, ചർച്ചയ്ക്ക് വേണ്ടി രഞ്ജിത്തുമായിട്ട് നിൽക്കുകയോ ചെയ്യുമ്പോൾ ഇവർ സിഗരറ്റ് വലിക്കുന്ന ഒരു ആളാണ്. ബംഗാളി സ്ത്രീകൾ പലരും സിഗരറ്റ് വലിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ സിഗരറ്റ് വലിക്കുന്ന സ്ത്രീകൾ അവൈലബിളാണ് എന്നൊരു സിഗ്നൽ ആണ് മലയാളിക്ക് കിട്ടുന്നത്. അങ്ങനെ എന്നെ കൂടി പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടാണ് അവർ ചോദിച്ചത്, അങ്ങനെയാണോ നിങ്ങൾ മലയാളികൾ ചിന്തിക്കുന്നത്? അങ്ങനെയാണ് ഈ അഡ്വാൻസ് ചെയ്യുന്നത്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ടെസ്റ്റിംഗ് ദ വാട്ടേഴ്സ്. ഒരു സ്ത്രീയായ സുജയ്ക്ക് മനസ്സിലാവുമല്ലോ, ഒരു ടച്ചിൽ നിന്നുമാണ് നമ്മൾ അതിൻ്റെ സിഗ്നൽ കിട്ടുന്നത്. എല്ലാം ടച്ചാണ്. അപ്പോൾ ആ ഒരു ടച്ച്, അത് ഫോട്ടോഗ്രാഫിയിൽ കിട്ടുന്ന വിഷ്വലല്ല, ഒരു സ്കിന്നിൽ കിട്ടുന്ന ഫീല്. അതിൽ നിന്നും മാത്രമല്ല, ഈ നടിമാർ അഥവാ കലാകാരികളെന്ന് പറയുന്നത് അവരുടെ സൂക്ഷ്മാംശങ്ങളിൽ അവർ വളരെ ഷാർപ്പായിരിക്കുന്നതുകൊണ്ടാണല്ലോ അവർക്ക് വളരെ ഈ ക്യാരക്ടേഴ്സിൻ്റെ ഉള്ളിലേക്ക് പോകാൻ കഴിയുന്നത്. അതിലൊന്നാം തരം നടിയാണ് ഇവർ. അപ്പം അങ്ങനെയാണ് ഞാൻ അവരെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഞാൻ എൻ്റെ അമ്മച്ചിയോട് ഇത് പറയുന്നില്ല, കാരണം അല്ലെങ്കിൽ തന്നെ സിനിമാക്കാർക്ക് ചീത്തപ്പേരാണ്. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഈ വലിയ കൊലകൊമ്പന്മാരെയൊന്നും ആവശ്യമില്ലാത്ത ക്ഷമപരീക്ഷണ ചിത്രങ്ങൾ എന്ന് വിളിക്കാവുന്ന ചിത്രങ്ങളാണ്. അപ്പോൾ അമ്മച്ചിയോട് പറയുന്നില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അവർ ഈ വീടിൻ്റെ അവിടെ ഇപ്പുറത്ത് ഒരു വലിയ ഈ നിൽക്കുന്ന മാവിൻ്റെ, അന്ന് കൊമ്പ് വെട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന മാവിൽ മാങ്ങയുണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ കയറി വരുമ്പോൾ അവരിങ്ങനെ മാങ്ങയെ തട്ടുമ്പോഴാണ് ആദ്യമായിട്ട് അവരുടെ മുഖത്തുള്ള ആ ഒരു മെലങ്കുളി ഒരു സോഫ്റ്റായി മാറിയത്. അതിനുശേഷം അമ്മച്ചിയോടും ഒക്കെ വർത്തമാനം പറഞ്ഞ് സംസാരിച്ച് ഭക്ഷണം കഴിച്ച് അവരിവിടെ ഉള്ളൊരു ദിവാൻ കോട്ടിൽ കിടന്ന് ഉറങ്ങി. ടിക്കറ്റ് ഇവർ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് കൊടുക്കുന്നില്ല, അത് ബുക്ക് ചെയ്ത് അങ്ങനെ തിരിച്ചു പോകുന്നു. അപ്പോൾ അതെ, ഞാൻ ആ സംഭവത്തിന് ശേഷമുള്ള, ഭൂകമ്പത്തിന് ശേഷമുള്ള ഒരു ആഫ്റ്റർ ഷോക്സ് എന്ന് പറയുമല്ലോ, ഈ ആഫ്റ്റർ ഷോക്സ് മൊത്തം ഞാനും അബ്സോർബ് ചെയ്താണ്. ശ്രീ ജോഷി ജോസഫ്, നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു കാലഘട്ടം ഞാൻ പ്രേക്ഷകരുടെ അറിവിലേക്കായി അതൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇപ്പോൾ ശ്രീ ജോഷി ജോസഫ് പറഞ്ഞ ഈ സംഭവം നടക്കുന്നത് 14 വർഷം മുൻപാണ്. പ്രേക്ഷകരൊക്കെ കണ്ടിട്ടുണ്ടാകും പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ എന്ന രഞ്ജിത്തിൻ്റെ സൂപ്പർ ചിത്രം. ആ സൂപ്പർ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി അഭിനയിക്കാൻ എത്തിയ ശ്രീലേഖയ്ക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ചാണ് ശ്രീലേഖ അന്ന് തന്നെ വെളിപ്പെടുത്തിയത്. അന്നത്തെ ദിവസം ഈ അകലെ എന്ന സിനിമയിലും ഈ നടി അഭിനയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ജോഷി ജോസഫ്, ശ്യാമപ്രസാദിന്റെ ചിത്രത്തിലും അഭിനയിച്ച അതേ നടി തന്നെയല്ലേ ഇത്? ഇല്ല, അവർ വേറെ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. ഇല്ല. അപ്പോൾ ആദ്യമായിട്ടാണോ ഇവരെ ഈ പാലേരി മാണിക്യത്തിലേക്ക് ഓഡിഷൻ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ആ സിനിമയിലേക്ക് ഇവരെ വിളിക്കുന്നത് എങ്ങനെയാണ്? മറ്റേതെങ്കിലും സഹസംവിധായകരോ ഏതെങ്കിലും വ്യക്തികൾ ഇതിനിടയിൽ ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് ഇവർ ഇതുപോലെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാകുന്നയാളാണ് എന്ന ഒരു തോന്നൽ ഈ വ്യക്തിക്ക്, ഈ രഞ്ജിത്തിനുണ്ടായത്? അയാളുടെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ടാണ് ഈ കയ്യിൽ പിടിച്ചതും കഴുത്തിൽ തലോടിയതുമൊക്കെ. അത് അല്ല, ശങ്കർ എന്ന് പറയുന്ന രഞ്ജിത്തിൻ്റെ അസോസിയേറ്റ് ആണ് ഞാനുമായി കോണ്ടാക്ട് ചെയ്യുന്നത്. ശങ്കർ എൻ്റെ ഫ്രണ്ടാണ്.
അത് കഴിഞ്ഞ് രഞ്ജിത്ത് എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവർ വളരെ സ്പെസിഫിക് ആയിട്ട് ശ്രീലേഖാമിത്രയെ വേണം എന്ന് പറയുകയാണ് ഉണ്ടായത്. അല്ലാതെ ശ്രീലേഖാമിത്രയെ ഓഡീഷന് വിടുന്നു എന്നല്ല. ഓഡീഷന് വിടുകയാണെങ്കിൽ അവർ വരുമായിരുന്നില്ല. കാരണം അവർ ആ ഓഡീഷൻ്റെയൊക്കെ പ്രായം ആ ഘട്ടം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു നടിയായിരുന്നു അന്നും. അവരെ സെലക്ട് ചെയ്തിട്ട് അതുകൊണ്ടാണല്ലോ അവരോട് പാസ്പോർട്ടുമായിട്ട് വരാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഇതിനാണ് പാസ്പോർട്ട് വിട്ട് വരാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് ടെക്നിക്കൽ ജാർഗൺ ഉപയോഗിച്ചും നമുക്കിപ്പോൾ ഒരു ആഫ്റ്റർ തോട്ടിൽ നിന്നുണ്ടാകുന്ന എക്സ്പ്ലനേഷൻസൊക്കെ കൊടുക്കാം. അതിലൊക്കെ സിനിമയ്ക്ക് നമുക്ക് ഒരുപാട് ജാർഗണുകളുണ്ടല്ലോ. അപ്പോൾ അതിൽ അവർ ഫിറ്റായില്ല. അപ്പോൾ അവിടെ ഫ്ലാറ്റിൽ ആണ് സംഭവിച്ചത്. അപ്പോൾ അത് നമ്മൾ അവരുടെ ഭാഷ ഇന്നിപ്പോൾ ഞാൻ കേട്ട വാക്കുകൾ അവർ ഉദ്ദേശിച്ച് ഹി വാസ് ടെസ്റ്റിംഗ് ദ വാട്ടേഴ്സ് എന്നാണ്. അപ്പോൾ ഇത് ഒരു നടി എന്ന രീതിയിൽ അവരുടെ മികവ് കൊണ്ടാണല്ലോ നമ്മൾ അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്. അത് ഇങ്ങനെയൊരു ആംഗിൾ അതിനുണ്ടാകുന്നത് അത് ഇതിൻ്റെ ഭാഗമായി പോകുന്നത് കൊണ്ടായിരിക്കണം. നമ്മളത് ആ ഒരു ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ആളുകൾ ഉണ്ടാകുന്നതുകൊണ്ടാണല്ലോ അവർ സ്വാഭാവികമായും അങ്ങനെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത്. അല്ലേ? ശ്രീ ജോഷി ജോസഫ്, അതായത് നമ്മളൊരു 14 വർഷം മുൻപുള്ള, അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ശ്രീലേഖയല്ല അന്നത്തെ ശ്രീലേഖ. അതിസുന്ദരിയായ, ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ സുന്ദരിയായി നിൽക്കുന്ന ഒരു ശ്രീലേഖയാണ് അന്ന് നമ്മുടെ മുന്നിലുള്ളത്. അതേ ശ്രീലേഖ മിത്ര മമ്മൂട്ടി നായകനാകുന്ന ഒരു മികച്ച സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹത്തോടെയാണ് എത്തുന്നത്. അപ്പോൾ അണിയറ പ്രവർത്തകരുമായുള്ള ഒരു പാർട്ടി, ആ പാർട്ടി സംഘടിപ്പിക്കുമ്പോൾ അവിടെ നിരവധി ആളുകളുള്ള ഒരിടത്തേക്ക് വരുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു സന്തോഷവും എല്ലാമുള്ള ഒരു സ്പേസിൽ നിന്നാണ് പെട്ടെന്ന് സിനിമയുടെ ഡിസ്കഷന് വേണ്ടി എന്ന മട്ടിൽ ഇവരെ റൂമിലേക്ക് രഞ്ജിത്ത് ക്ഷണിക്കുന്നത്. അവരുടെ വാക്കുകളാണ്. അവർ പറഞ്ഞതനുസരിച്ച് റൂമിലേക്ക് ക്ഷണിക്കുന്നു. ആ റൂമിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവരെ ആ ഒരു സെക്ഷൽ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടി ശ്രമിക്കുകയാണ്. അത് എല്ലാവരും ആരാധിക്കുന്ന ഒരു സംവിധായകന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി ഇതേ വൃത്തികേട് കാണിച്ച വ്യക്തി ഇരിക്കുകയാണ് ശ്രീ ജോഷി ജോസഫ്. അതെ, അല്ല. അപ്പോൾ അന്ന് ഇത് ഞാൻ പലരുമായി പങ്കുവെച്ച കൂട്ടത്തിൽ ഫാദർ അഗസ്റ്റിൻ വട്ടോലി എന്ന് പറയുന്ന സോഷ്യൽ ആക്ടിവിസ്റ്റും ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇത് ഒരു ചർച്ചയാക്കണമെന്ന് അന്ന് 14 വർഷം മുമ്പ് തീരുമാനിച്ച് ശ്രീലേഖ മിത്രയെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ ഇതിന് തയ്യാറായിരുന്നില്ല. അവരിതിന് തയ്യാറാകാൻ 14 വർഷം അവർക്ക് വേണ്ടി വന്നു എന്നതിൽ അത് നമ്മൾ ഈ പറയുന്ന ഇവിടുത്തെ കാസ്റ്റിംഗ് കൗച്ച് ഇല്ല എന്ന് പറയുന്നതിന് ഉള്ള ഉത്തരം എവിടെയില്ലേ? അതായത് അവർ ഇത്രയും ഇവിടെ ഇങ്ങനെ കേരളത്തിൽ ഒരു ചർച്ച ഉണ്ടാകുകയും ഒരു ഓളമുണ്ടാകുകയും ചെയ്യുമ്പോഴാണ് ബംഗാളിൽ നിന്നും ഒരു നടിക്ക് ഒരു ധൈര്യം കിട്ടി വരുന്നത്. അപ്പോൾ തീർച്ചയായും അവർ രഞ്ജിത്തിനെക്കുറിച്ച് പറഞ്ഞതും നമ്മൾ ഈ സിനിമ എന്ന് പറയുന്നത് മറ്റ് മേഖലകളിലുള്ള മാതിരിയുള്ള ഒരു മെക്കാനിക്കലായിട്ടുള്ള സംഗതിയാണ് സിനിമ ഉണ്ടാവില്ലല്ലോ. സിനിമയ്ക്ക് ഈ സൂക്ഷ്മാംശങ്ങൾ വളരെ പ്രധാനമാണ്. ആ നായിക അല്ലെങ്കിൽ ആ നായകൻ അതിന് ഷീ ഷുഡ് ലുക്ക് ലൈക്ക് ദ ക്യാരക്ടർ. അപ്പോൾ അത് ഒക്കെ പ്രൈമറിലി നമ്മൾ ഓക്കെ ആയതിന് ശേഷമല്ലേ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോവുക. അതിനിപ്പോൾ ജാർഗണുകൾ ഉപയോഗിച്ച് നമ്മൾ ഫോട്ടോഷൂട്ട് എന്നൊക്കെ എന്തായാലും ഇതിനൊന്നും ഞാൻ സാക്ഷിയല്ല. ഇതിന് ഞാൻ പറഞ്ഞ പോലെ അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ സാക്ഷിയായിട്ടുള്ളത്. അത് അവരെൻ്റെ പേരെന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായും പൊതുമണ്ഡലത്തിൽ വന്ന് പറയേണ്ട ബാധ്യത എനിക്കുള്ളതുകൊണ്ട് കൂടിയാണ് എൻ്റെ ചങ്ങാതികളായിട്ടുള്ള ഒരുപാട് ഫിൽം മേക്കേഴ്സിൻ്റെയും ഇപ്പോൾ താക്കോൽ സ്ഥാനങ്ങളിലിരിക്കുന്ന ഒരുപാട് ആളുകളുടെയും ഫോൺ എടുക്കാതെ ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.